നമസ്കാരം. ട്രെയിൻ യാത്രകൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. രണ്ട് ഇരുമ്പ് പാളങ്ങളിലൂടെ നമ്മളെ വഹിച്ചുകൊണ്ടുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതാണ്. സ്വന്തം വാഹനത്തെക്കാളും ബസ്സിനേക്കാളും ഒക്കെ. വിമാനത്തിനൊരു കുഴപ്പമുണ്ട്, നമ്മൾ മോളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അനക്കമില്ല, ഇത് ചലിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ വയ്യ. പിന്നെ എയർ കട്ടറിലെങ്ങാണ് വീഴുമ്പോഴേ ഉള്ളൂ. പക്ഷെ ട്രെയിൻ അതല്ല, നമുക്ക് പ്രകൃതി മുഴുവൻ കാണാം. അത് ആരും എതിർപ്പുകളൊന്നും ഇല്ലാതെ അതിങ്ങനെ ഇരുമ്പ് വണ്ടി ഇങ്ങനെ ഓടുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു നോവൽ എഴുതി. ആ നോവലിൽ സിഗ്നൽ കിട്ടാതെ കിടക്കുന്ന ഒരു വണ്ടിയിൽ ട്രെയിൻ ഏറ്റവും മുമ്പിലാണല്ലോ. കാരണം ഈ മുമ്പിൽ ഒരു ഡ്രൈവറും ഒരു പൈലറ്റ്, ലോക്കോ പൈലറ്റും കാണുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. അതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഷ. പിന്നെ ഏറ്റവും ബാക്കിൽ അതിൻ്റെ ഒരു ഗാർഡ് കാണും. ഇത്രയാണ് തീവണ്ടിയിലുള്ളത്. പിന്നെ തീവണ്ടി യാത്രക്കാരാണ്. അവർ ഉറങ്ങാതെ ഇങ്ങനെ വണ്ടി പൊക്കുകൊണ്ടേയിരിക്കും. ഒരിടത്ത് വണ്ടി ബ്രേക്ക് പിന്നെ ലൈറ്റ് കിട്ടാതെ കിടന്നപ്പോൾ, സിഗ്നൽ കിട്ടാതെ കിടന്നപ്പോൾ മെസ്സേജ് കിട്ടി, പണ്ട് എവിടെയോ പാളം തെറ്റിയത് കൊണ്ട് തന്നെ ഈ ട്രെയിൻ ലേറ്റാവും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇറങ്ങി അതിൻ്റെ മെസ്സേജൊക്കെ ആയി. വാർത്തകളിലൂടെ ഇപ്പോൾ മൊബൈലിൽ തന്നെ വണ്ടിക്കകത്ത് ഇരിക്കുന്നവർക്ക് കിട്ടുമല്ലോ. പിന്നെ രാത്രി സമയം ഉറങ്ങുന്നതാണെങ്കിൽ ആൾക്കാർ ഇത് അറിയില്ല, വണ്ടി ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്. നേരം വെളുത്ത് വരുമ്പോഴാണ് വണ്ടി അവിടെ തന്നെ കിടക്കുകയാണെന്നുള്ള മനസ്സിലാക്കുന്നത്. ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാൾ റെയിൽവേയിൽ നിന്ന് രാജിവെച്ച ഒരാളാണ്. റെയിൽവേ ഡ്രൈവറായിരുന്നപ്പോൾ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ പോയപ്പോൾ, ഞാൻ സ്ഥലം പറയുന്നില്ല കാരണം പറയാൻ പാടില്ലല്ലോ, ഒരിടത്ത് വെച്ച് വണ്ടി ലൈറ്റ് വരാൻ കുറേ ലേറ്റായി, മെസ്സേജ് കിട്ടി, വണ്ടി ഓഫായി, ട്രെയിൻ ഇഞ്ചിൻ അനക്കമൊന്നുമില്ലാതെ അവിടെ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം നേരം വെളുക്കും, ഒരുപാട് സമയമെടുക്കും. യാത്രക്കാരൊക്കെ നല്ല ഉറക്കത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ട്രെയിനിൻ്റെ പാളത്തിൽ കൂടെ നടന്നു വന്നിട്ട് പറഞ്ഞു, വണ്ടി പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ആരാന്ന്? അതെവിടെയോ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ അവിടെ താഴെ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ചായ വല്ലതും കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ട്രെയിനിലെ ചായ കുടിക്കാത്തതായതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഡ്രൈവർ നല്ല ശമ്പളമാണ്, ഡ്രൈവർമാർക്ക്, റെയിൽവേ നമ്പർമാർക്ക് നല്ല ശമ്പളമാണ്, അവർക്ക് ഒരുപാട് അവധി ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ റോഡ് കട്ട് ചെയ്ത് അവിടെ തന്നെ ഉണ്ടെന്ന്. ഇത്രയും നേരം ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അവിടെ ഒരു ചെറിയ കട, അമ്മിണി എന്ന് പറയുന്നൊരു സ്ത്രീയുടെ കടയുണ്ട്. അവരെ ഉറങ്ങാൻ കിടന്നു. അവർ പറഞ്ഞു, അയ്യോ തീയൊക്കെ അണച്ചു പോയല്ലോ എന്ന് പറയും. തീയൊക്കെ അണച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വണ്ടി അവിടെ കിടക്കുകയാണ്, നിങ്ങളത് വെച്ചാൽ തീവണ്ടിക്ക് ഇവിടെ യാത്രക്കാരൊക്കെ വന്ന് കഴിക്കുമായിരിക്കും, ഒരു നേരം എടുക്കും എന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ മധ്യവയസ്കയായ അമ്മിണി എന്ന് പറയുന്ന അമ്മിണി ചേച്ചിയുടെ കട എന്നാണ്. അവിടെ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി. മെസ്സേജുകൾ വന്നപ്പോൾ തന്നെ പല ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി, ചെറിയ ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ പുറത്തിറങ്ങി. ഇവിടെ വെളിച്ചം കണ്ടു, വന്ന് ഭക്ഷണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ശേഷം ഈ അമ്മിണിച്ചേച്ചി പറഞ്ഞു, സാറേ ഈ വണ്ടി എന്നാൽ ഇവിടെ വന്ന് ഇങ്ങനെ കടന്നു പോയല്ലോ. അപ്പോൾ ചോദിച്ചാൽ അതെന്താ? ഇവിടെ ഈ രാത്രി പാളത്തിൽ വണ്ടി കിടക്കാൻ പറ്റത്തില്ല. രാത്രിയാകുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ കയ്യിലും കാലിലും രണ്ട് കൈ പിടിച്ചുകൊണ്ട് ഈ പാളത്തിൽ കൂടെ പോവും. അതാരാണ്? അത് അവിടെ എങ്ങാണ്ട് തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിച്ച 2 പേരാണ്. രാത്രിയാകുമ്പോൾ ഞാൻ ഈ കടയും അടയ്ക്കും സാറേ, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. അതെവിടെയാണ്? അത് ഇവിടെ അടുത്തുള്ള 2 കുട്ടികളാണ്. 2 പേര് തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിച്ചിട്ടൊക്കെ വീട്ടുകാർ കല്യാണം കഴിച്ച് കൊടുക്കാത്തത് കൊണ്ട് അവർ തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിച്ചതാണ് സാറേ. സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം, ഈ അച്ഛൻ, ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ പെൺകുട്ടി ചേറിപ്പോയി. 2 ദിവസം കഴിഞ്ഞ് ഒരു ചാക്ക് കൊണ്ടുവന്നിട്ട് മകളുടെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടത്തിന് ബോഡിയെ കൊണ്ടുപോകുമല്ലോ, അരഞ്ഞു പോയ അത് ഇതിലേക്ക് പറക്കി കരഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു ആ മനുഷ്യൻ ഒറ്റ മകളാണ്, അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ തെറിച്ചുപോയ, ഇടിച്ച് തെറിപ്പിച്ച് ചിതറിപ്പോയ ആ പെൺകുട്ടിയുടെ ശരീര അവയവങ്ങൾ പറക്കി ചാക്കിനകത്തേക്ക് ഇടുന്നതാണ്. ഒന്ന് ആലോചിച്ചു, എന്തു ദാരുണമായ ഒരു അന്ത്യമാണെന്ന് എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടത്. ഏകയായി വളർത്തിയ അച്ഛമ്മ മരിച്ചുപോയപ്പോൾ വളർത്തിയ മകൾ ഒരു പ്രണയത്തിൽ കുടുങ്ങുകയും ഇഷ്ടപ്പെട്ട പുരുഷൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അവൾ എന്നോട് ഒരിക്കലെങ്കിലും ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുത്തേനെ. എനിക്ക് ജാതിയും മതവും ഒന്നും ഒരു വിഷയമല്ല. അവളുടെ കൈ വളരുന്നു, കാല് വളരുന്നു, അവൾക്കിഷ്ടപ്പെട്ട കുപ്പിവളകൾ, അവളെല്ലാം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെ ഞാൻ ചോദിച്ചു, അപ്പോൾ നമ്മുടെ
ഈ എന്നെ കാണാൻ വന്നാലും ഞാൻ ചോദിച്ചു ഇതെങ്ങനെ? അത് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു ആരെ? ഈ പെൺകുട്ടിയുടെ അച്ഛന്. ഞാൻ ചൊപ്പം പോയി. ഞാനത് കഴിഞ്ഞത് എൻ്റെ മനസ്സിൽ ഭയങ്കരമായൊരു ആഘാതം ഉണ്ടാക്കി. അപ്പോൾ ആഘാതം ഉണ്ടാക്കി എനിക്ക് ആരെ കണ്ടത്? ഞാൻ ചോദിച്ചാൽ എൻ്റെ മകളെ ക്യാൻസർ വന്ന് മരിച്ചതാണ് സാറേ, എൻ്റെ മകളെ ദൈവം വിളിച്ചതാണ്. പക്ഷേ അത് ദൈവം വിളിച്ചതല്ല. ദൈവം വിളിക്കുന്നതും അത് വലിയ വാക്കല്ലേ. അപ്പോൾ ആ കുട്ടി ക്യാൻസർ വന്ന് മരിക്കാൻ കിടന്ന കുട്ടി ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അവസാനം പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനെയും കാണണം, എനിക്കിനിയും ജീവിക്കണം അച്ഛാ എന്ന് പറഞ്ഞ് 2 കണ്ണിൽ കൂടെയും മുഴുവൻ ഹൃദയം തകർന്ന് മരിച്ച ഒരച്ഛൻ. അവൾ പറയുന്നു എൻ്റെ കൂടെ ഞാൻ തീവണ്ടി ഈ ട്രെയിൻ ഓടിക്കുമ്പോൾ അവൾ എൻ്റെ ഒപ്പം ഇരിക്കും. അവൾ നല്ലവണ്ണം പാടുമായിരുന്നു, ഇഷ്ടംപോലെ തലമുടി ഉണ്ടായിരുന്നു. ഒരച്ഛൻ്റെ വേദന ഞാൻ അറിയുകയാണ്. ഇപ്പം അങ്ങനെ മക്കൾക്ക് അറ്റാച്ച്മെൻറ്റൊക്കെ കുറവാണ്. എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് അച്ഛനമ്മമാരുടെ മാതാപിതാക്കൾ പൊട്ടിക്കരയണം. ഇവിടെ ഇരുന്ന് കരച്ചിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പലതും പറയാറില്ല. അപ്പോൾ ആ മറ്റേ അച്ഛനെ അദ്ദേഹം അന്വേഷിച്ച് പോയപ്പോൾ, കാരണം ഈ ക്യാൻസർ വന്ന് ഇദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചപ്പോൾ ഇദ്ദേഹം മറ്റേയാളെ കാണാൻ പോയി. ഞാൻ ചോദിച്ചു എന്തിനാണ് പോയത്? എനിക്ക് അറിഞ്ഞൂടെ സ്വാമി, ഞാൻ പോയി അയാളുടെ വീട്ടിൽ പോയി. ആ മനുഷ്യൻ താടി മുടിയൊക്കെ വളർത്തി ജീവിതത്തിൻ്റെ എല്ലാ നൈരാശ്യങ്ങളും മരിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴാണോ മരിക്കുന്നത് ആ സമയത്ത് മാത്രമേ എനിക്ക് മരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവളെ ഓർമ്മകൾ ഇങ്ങനെ അലഞ്ഞു നടക്കും. ഞാൻ മരണപ്പെട്ടാൽ ഞാനും പ്രേതാത്മാവിട്ട് അലഞ്ഞു നടക്കും. അപ്പോൾ എൻ്റെ മകളെക്കുറിച്ച് ഓർക്കാൻ ഞാൻ പിന്നെ അപ്പം ആരുമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയണേ. എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളല്ലാത്ത പ്രേതകഥകളുണ്ട്, പ്രേതാനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്ന് എഴുതാൻ പറ്റുന്നതായിരുന്ന ഒരു വിചിത്രമായ സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നി. ഈ അച്ഛൻ 2 അച്ഛന്മാരെയും തോന്നി. ഒന്ന് ക്യാൻസർ വന്ന് മരിച്ച ഈ അച്ഛൻ, മറ്റത് മകൾ പ്രണയിച്ചിട്ട് തീവണ്ടി മുമ്പിച്ചടിയിൽ ഛിന്ന ഭിന്നമായി പോയ മകളുടെ ശവശരീരത്തിനെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് വലിച്ചിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്ന ശേഷം അവളുടെ ഉടഞ്ഞുപോയ കുപ്പിവളകളും അവരുടെ വസ്ത്രത്തിൻ്റെ ബാക്കിയും ഒക്കെ സൂക്ഷിക്കുകയും ആ മാംസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത മനുഷ്യൻ. ഞാൻ മറ്റേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഈ മകൾ മരിച്ച ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ എനിക്ക് വളരെ ആ മനുഷ്യനെ കണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും ചിരിക്കാത്തൊരു മനുഷ്യൻ. നമ്മളവിടെ എന്നാൽ വരുമെന്ന് പോലും പറയില്ല. അയാൾക്ക് ഈ ലോകമായിട്ടൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ പിന്നെ ആരൊക്കെയുണ്ട് കുടുംബക്കാരോട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ഈ DNA ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന ചിലരെങ്കിലും തിരിച്ചല്ല, സ്വാമി ഞാൻ DNA കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ അത്ര പ്രായമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ വിളിച്ചു ചേട്ടാ സ്വാമി ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മകളുടെ വിവരം യാദൃശികമായി ഞാൻ ഇദ്ദേഹത്തിനെ കണ്ട് ഇദ്ദേഹം എന്നെ അന്വേഷിച്ച് വന്നാണ്. ഞാൻ താങ്കളുടെ കഥകൾ ഇങ്ങനെ കേട്ടപ്പോൾ, കഥയല്ല ഈ അനുഭവം കേട്ടപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി എന്ന് പറഞ്ഞു. അപ്പം 2 മിനിറ്റ് പുള്ളി നിന്നിട്ട് ഒന്ന് നെടുവീർപ്പിട്ട് ഒരു നിശ്വാസമാണ്, ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയുള്ള ഒരു നിശ്വാസമാണ്. എല്ലാം പോയില്ലേ സ്വാമി, എല്ലാം പോയില്ലേ സ്വാമി. എല്ലാമിനകത്തുണ്ടെല്ലാം. നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ദൈവം തരുന്നൊരു ജീവിതമേ അല്ലേ ഈശ്വരൻ. ഞാനെപ്പോഴും ഈശ്വരനോട് ചോദിക്കും, ഈശ്വരൻ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മൃഗങ്ങളെ സൃഷ്ടിച്ചു. അത് മൃഗത്തിനെ സൃഷ്ടിച്ചാൽ വല്ലവരും കൊണ്ടുപോയി ഒന്നും ഇല്ലെങ്കിൽ വണ്ടി കയറിയാവുമല്ലോ. ഇതിങ്ങനെ ചിന്തകളും ഓർമ്മകളും സ്മരണകളുമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്തിനാണ് ദൈവം ഉണ്ടാക്കിയത്? മരുഭൂമി ഉണ്ടായിക്കോട്ടെ അല്ലേ, കലിയുഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും. ഇപ്പം ഞാൻ മഹാഭാരതത്തിൽ ഞാൻ വെച്ചുള്ള 3 പുസ്തകം ഞാൻ എഴുതിയല്ലോ. അധർമ്മഭാരതം ദുര്യോധനെക്കുറിച്ച്, ശകുനിയെക്കുറിച്ച് എഴുതി, 12 പകട ഞാൻ ശകുനി, പിന്നെ അശ്വത്ഥാമാവിനെക്കുറിച്ച് എഴുതി. ഇതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് യുദ്ധം കഴിഞ്ഞപ്പോൾ പരസ്പരം മരണപ്പെട്ടവരെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു രക്തവും ഒരു സ്പന്ദനവും ഉള്ളവരാണെന്നറിഞ്ഞപ്പോൾ, ഒരു കുടുംബമായിട്ട് ബന്ധമുള്ളവരാണ്, കുടുംബ ബന്ധങ്ങളിലെ അവരാണെന്നറിഞ്ഞപ്പോൾ തകർന്നു പോയിട്ട് എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിൻ്റെ താഴ്വരകളിലൂടെ സ്വർഗാരോഹണം എന്നാണ് പറയുന്നത്. അതിൽ ഗാന്ധാരിയും ധൃതരാഷ്ട്രമൊക്കെ അഗ്നിക്കിടപെട്ട് മരിച്ചു. അത് തീ പിടിച്ച് മരിച്ചതോ തീ വെച്ച് മരിച്ചതോ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചു എന്നാണ്. അതുപോലെ മനുഷ്യനെ അങ്ങോട്ട് നമ്മുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കാവുന്ന, നുറുക്കിക്കളയുന്ന, പരസ്പരം പോരാടി യുദ്ധം ചെയ്ത് മരിക്കുന്ന, പരസ്പരം കൊല്ലുന്ന, അധികാരങ്ങൾക്ക് വേണ്ടി കൊല്ലുന്നത്, സ്വത്തിന് വേണ്ടി കൊല്ലുന്നത്. നമ്മൾ ടി വി തുറന്നാൽ കാണുന്നത് എന്തൊക്കെയാണ്? ശിശുഹത്യകൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ ദിവസം ഒരു അച്ഛനെയും അമ്മയും ഒരുത്തൻ മയക്കുമരുന്നിന് അടിമയായ മകൻ വെട്ടിക്കൊന്നു. അമ്മയുടെ വിരലുകൾ മുറിച്ചെടുത്തു, അച്ഛനെ വെട്ടി, അമ്മയുടെ മുഖത്ത് വെട്ടി. എന്തു ക്രൂരം! അയാളുടെ ഭാര്യ ഇന്ന്
പ്രസവത്തിന് പോകാനിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ കുട്ടികളെയൊക്കെ ജനിക്കേണ്ടി വന്ന ചുമക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയും കൂടെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരാഗൃഹവാസമല്ലേ, എത്ര കാലം ഇനി തീർന്നു ആ ലൈഫ്. ഞാൻ പറയും, ഈ മയക്കുമരുന്നിനും മദ്യവും ഞാൻ പറയുന്നില്ല, മയക്കുമരുന്നിനെതിരെ കർക്കശമായ നടപടിയെടുക്കണം. ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരെ, ഈ മയക്കുമരുന്ന് വിറ്റ് ജീവിക്കുന്നവരെ, പണമുണ്ടാക്കുന്നവരെ, ഇവരെയൊക്കെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കണം. ഇവരൊന്നും പുറത്തിറങ്ങരുത്. എത്ര കുടുംബങ്ങളാണ്. ഈ അടുത്ത കാലത്ത് ഒരു അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. അവൾ എൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഈ പ്രസവിച്ചാൽ എന്തിനാ പ്രസവം? അതിൻ്റേത് ആവശ്യമില്ല. ഹിപ്പികളെന്ന് പറയും പണ്ട് കാലത്ത് അമേരിക്കയിലൊക്കെ. ആ സംസ്കാരം നമ്മളിലേക്ക് ഇറങ്ങി വന്നു. അവിടെയാണ് മകൾ പ്രണയത്തിൽ കുടുങ്ങിയിട്ട് തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിച്ചപ്പോൾ അവളുടെ നുറുങ്ങിപ്പോയ അസ്ഥിപഞ്ജരങ്ങളോ ഇല്ലെങ്കിൽ കുപ്പിവളകളോ അവൾ ഉപയോഗിച്ചെന്ന വസ്ത്രത്തിൻ്റെ ബാക്കിയോ ആ ചിതറിപ്പോയ ശരീരത്തിൻ്റെ ആ ഭാഗങ്ങളെടുത്ത് സംസ്കരിച്ചിട്ട്, അല്ലെങ്കിൽ ആ കുപ്പിവളകൾ നെഞ്ചോട് ചേർത്ത് ചുറക്കത്തിൽ തൻ്റെ തലാണയ്ക്കടിയിൽ വെച്ചിട്ട് മകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ ജീവിച്ച് മരിക്കാതെ അവളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ജീവിക്കുന്ന ഒരു പിതാവിനെ ഞാൻ കാണുന്നത്. കുട്ടികളെ ഡൈവോഴ്സ് ചെയ്ത് കുട്ടികളുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി, പരസ്ത്രീ ബന്ധത്തിലൂടെ ദാമ്പത്യങ്ങൾ തകർത്ത്, ഭാര്യ ഭർത്താവിന് വേറെ ബന്ധം, ഭർത്താവിന് ഭാര്യയ്ക്ക് വേറെ ബന്ധം. ഈ അടുത്ത കാലത്ത് ഒരു വർഷത്തിന് മുമ്പ് യുവമിഥുനങ്ങളായ 2 പേര് എന്നെ കാണാൻ വന്നിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ, 2 പേരും സുന്ദരനും സുന്ദരിമാരും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ വെമ്പായത്താണ് വന്നേ, നിങ്ങൾ തമ്മിൽ പിരിയും, അതിനകത്തൊരു സംശയവും വേണ്ട. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞേ പറ്റൂ. കാരണം നിങ്ങളെ ഗ്രഹനിലകൾ അനുസരിച്ച് ചിലപ്പോൾ ചേർക്കാൻ പറ്റും. ഇവിടുത്തെ ജ്യോതിഷ പണ്ഡിതന്മാരെല്ലാം പൊരുത്തമുണ്ട്, പോയി ചേർത്തോളം പറയും, അവർക്ക് നഷ്ടപ്പെടാമൊന്നുമില്ല. പക്ഷെ പൂർവ്വജന്മം അനുസരിച്ച് ഈ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം വേർപെടുന്നു മാത്രമല്ല, ഇത് വലിയൊരു അവസ്ഥയിലേക്ക് പോകും. ജീവിതം ഇങ്ങനെയായിത്തീരും. അപ്പോൾ പുറത്തിറങ്ങി കള്ളസ്വാമിക്ക് വേറെ വല്ല പണിയില്ലേ, ഇയാളെ അടിച്ചു കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കാണും. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞു അവർ 2ആയി പിരിഞ്ഞു. അയാളെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ പൗഡറും വൈകുന്നേരം പിന്നെ എവിടെയാണ് ജിമ്മും പിന്നെ വണ്ടി മിനിക്കിയും ഒക്കെ, ഒരു ഭാര്യയും കുട്ടി. ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഇണചേരാൻ വേണ്ടി മാത്രമല്ലൊരു സ്ത്രീ, കാമപൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല ഒരു പുരുഷൻ. ഇതൊക്കെ ആവാം, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. പക്ഷേ പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ. പ്രണയം പരാജയമാണ്, പ്രണയ ദുരന്തമാണ്. പ്രണയത്തിനകത്ത് അതിലേക്ക് ഒരു പറയാൻ മടിയില്ല. ഇഷ്ടങ്ങളെന്ന് പറയുന്നതിനകത്ത് തന്നെ നഷ്ടങ്ങളാണെന്നാണ് പറയുന്നത്. ജീവിതം നഷ്ടം വരുന്നവർ, കാലങ്ങളോളം സംസാരിക്കാവുന്നവർ, നല്ല സ്ത്രീകൾ ഗതികെട്ടങ്ങ് ജീവിക്കും, അവരുടെ കൂടെ കുട്ടികളെ വളർത്തും, ജീവിതം കുട്ടികളിലേക്ക് സമർപ്പിക്കും. ഒരു കട്ടിലിൽ കിടന്നിട്ട് പരസ്പരം മുഖത്ത് നോക്കാത്തവർ, സ്പർശിക്കാത്തവർ ഞാൻ ഇവിടെ കാണുന്നതല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഇപ്പോൾ സ്വാമി DNA പറഞ്ഞു കളയരുതെന്ന് പറയും. ഞാൻ ആരുടെയും പേരും നാളുമൊന്നും പറയുന്നില്ല. എനിക്ക് ചുറ്റുമുള്ള ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ മനസ്സുകൊണ്ട് വേദനിക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് നമ്മൾ പോകുന്നത്? ചെറുപ്പക്കാർ വിചാരിക്കുന്നവർക്ക് വാർദ്ധക്യമില്ല എന്ന്. കുട്ടികൾ ഇങ്ങനെ നോക്കും, യൗവനം ഇങ്ങനെ കടന്നു പോകുന്ന കൗമാരവും യൗവനവും ഒക്കെ. അവർ വിചാരിക്കുന്നു വാർദ്ധക്യമില്ല. തല നിറച്ച ആൾക്കാർ നമുക്കൊരിക്കലും തല നിറയ്ക്കുന്നില്ല. നമ്മൾ ഭയപ്പെടേണ്ട ഒന്നിനെ മാത്രമാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗദുരിതങ്ങൾ ഏത് നിമിഷമാണ് പൂർവ്വജന്മത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് പ്രവേശിക്കുന്നത്. ഗ്രാഫിക്സിലൊക്കെ വന്ന പോലെ നമ്മളിങ്ങനെ വന്ന് കയറൂലേ, പൂർണ്ണമായി ഉദിച്ചു നിൽക്കുന്ന ഒരു ചന്ദ്രൻ്റെ മുഖത്തേക്ക് കാർമേഘങ്ങൾ വന്ന് കയറുന്നത് പോലെ നിൻ്റെ പുഷ്ടിയുള്ള ശരീരം, സൗന്ദര്യമുള്ള ശരീരം, ആ സൗന്ദര്യത്തിൽ എപ്പോഴാണ് നിൻ്റെ പൂർവ്വജന്മത്തിലെ രോഗം നിന്നിലേക്ക് വന്നു കയറുന്നത്? സംഘർഷങ്ങൾ കൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് നിനക്കെത്താൻ പറ്റാത്ത ഞാൻ പറഞ്ഞില്ല, പല ആരും ഇപ്പം UK പോകാൻ വേണ്ടി ഇവിടെ പോയി വിദേശത്ത് പോയി പഠിച്ചിട്ട് ഡോക്ടറാവാൻ ശ്രമിക്കുന്നവർ, ആ വലിയ പരീക്ഷ എഴുതാൻ പറ്റാത്തവർ, എപ്പോഴും വിദേശത്തേക്ക് വേണ്ടി മാത്രം കേരളത്തിലെ എത്രയോ വീടുകൾ ആളില്ലാതെ അടച്ചിട്ടിരിക്കുന്നു, ആരുമില്ല. അതൊക്കെ അവരൊരിക്കലും തിരിച്ചു വരാത്ത എത്രയോ വീടുകൾ, അക്കൗണ്ടിൽ കിടക്കുന്ന പണങ്ങൾ, എന്നാലും പണത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യർ. പണം എന്ന് പറയുന്ന ആ പൈശാചിക ശക്തിയെ ചേർത്ത് പിടിക്കാൻ പണം ആവശ്യമാണ്. ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ. പണം ദുഃഖമേ തരൂ. ഞാൻ ഒരുപാട് പണം ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞു അത് ദുഃഖമേ തരൂ.
ആ ഭൗതിക സുഖം നമ്മൾ പണം ഉണ്ടാകുമ്പം, കുട്ടികളെ ലാളിച്ച് വളർത്തുമ്പം, കുട്ടികളെ നമ്മൾ ഇതിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കാതെ വരുത്തുമ്പോൾ, നമ്മുടെ പൂർവികരെ കുറിച്ച് പറയാത്ത മുത്തശ്ശന്മാരെ കുറിച്ച് പറയാതെ കുട്ടികളെ ബിരുദാനന്തര ബിരുദങ്ങൾ, കടലാസ് ബിരുദങ്ങളാക്കാൻ വളർത്തുന്നവർ, എഞ്ചിനീയറും ഡോക്ടറും ആക്കാൻ ശ്രമിക്കുന്നവർ, മൂല്യങ്ങൾ അറിയാതെ പോകുന്നവർ, ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ അറിയാതെ പോകുന്നവർ, ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അവിടെയാണ് പ്രണയത്തിൽപ്പെട്ടു പോയ മകളുടെ പ്രാണനും എൻ്റെ ഇവിടെയാണ് സ്വാമി അവൾ എന്നോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല. എനിക്ക് ആ മനുഷ്യനെ, അദ്ദേഹം ജോലിയൊക്കെ ഉപേക്ഷിച്ചു, വാളണ്ടിയർ റിട്ടയർമെൻറ്റ് മേടിച്ചു. ആ മറ്റേ മനുഷ്യൻ സ്വാമി വന്നല്ലോ, വളരെ സന്തോഷം. ഞാൻ മറ്റേ ആളുടെ കൂടെ പുറത്തോട്ടിറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൾ ക്യാൻസർ വന്ന് മരിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അവൾ എനിക്ക് അത്രേ വിധിയുള്ളൂ സ്വാമി. അവൾ അമ്മ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും അത്രേ വിധിയുള്ളൂ നമുക്ക് എന്നെന്തോ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വന്നു. ഒരു നാട്ടിൻ പുറത്ത് ഇടവഴിയാണ്. ഇടവഴികളൊക്കെ ഇപ്പോൾ വലിയ വഴികളും വലിയ വരമ്പുകളും ഒക്കെ തന്നെ, വയലുകളും വരമ്പുകളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ റോഡുകളും, അവിടെ മുഴുവൻ മണ്ണിട്ട് നികത്തി മറ്റേ വീടുകളും ഒക്കെയായി പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാനിങ്ങനെ അടുത്ത കാലത്ത് ഞങ്ങൾ മുടവൻമോളിൽ നിന്ന് ചെങ്കളൂരിലേക്കുള്ള 2 വയലും പാടങ്ങളുണ്ട്, വയലുകളുടെ നടുവിലൂടെ ചുമ്മൺ പാതി ഉണ്ടായിരുന്നു. ഞാൻ അതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് ഓടിപ്പോകുന്നതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അവിടെയുള്ള ചെറിയ ചെറിയ കുടിലുകളും ചെറിയ വീടുകളും എല്ലാം നഷ്ടമെല്ലാം പോയി. പശുക്കളും ഒക്കെ നിന്ന് തൊഴുത്ത് രാവിലെ കൊണ്ട് കിട്ടുന്ന അതൊന്നും, രാവിലെ പശുക്കളെ കൊണ്ട് കെട്ടുന്നതും അതിൻ്റെ പുറത്ത് പ്രാവുകളൊക്കെ വന്ന് ഈ കൊക്കുകൾ വന്ന് ഇരിക്കുന്നതും ഒക്കെ നമ്മൾ ഓർത്ത്. ഇപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയില്ല. നമ്മളോട് കൂടി ഈ ഒരു കാലഘട്ടത്തോടെ അങ്ങനെയുള്ള ഒരു യുഗങ്ങളൊക്കെ അവസാനം. വയലുകളെല്ലാം തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും മനുഷ്യൻ മൂടിയെടുത്ത് കൃഷിനാശങ്ങളൊക്കെ ഉണ്ടാക്കി. പാലക്കാടൊക്കെ ഇപ്പോഴും ഉണ്ട് അത്തരം സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്ന് എൻ്റെ കൂടെ വന്നു. എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു. എന്നിട്ട് അകത്ത് ചോദിച്ചു, എൻ്റെ മകള് സ്വാമി പ്രേതങ്ങളെക്കുറിച്ചൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. എൻ്റെ മകൾ എവിടെങ്കിലും ഒരാത്മാവായിട്ട് ജീവിക്കുന്നുണ്ടോ, ആത്മാവായിട്ട് സഞ്ചരിക്കുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ ഒന്നും അറിയാൻ പറ്റുമോ സ്വാമി? നമ്മളെന്ത് ഉത്തരമാണ് അതിന് പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാനിങ്ങനെ ചിലയിടത്ത് ഞാൻ നിശബ്ദനായി പോകും. കാരണം നമുക്കൊന്നും പറയാനില്ല. ഇവിടെ നമ്മളെ അച്ഛനമ്മമാരെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ മക്കളെ തള്ളിപ്പറയുന്ന, മക്കളെ നോക്കാതെ ഒഴിഞ്ഞു പോകുന്ന ചില നഷ്ടങ്ങൾ, നമുക്ക് കുട്ടികളെ കൊണ്ടുള്ള നഷ്ടങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ കുട്ടികൾ നമ്മളെ മറക്കും. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ അവർ അമ്മയോടുകൂടെ ആയിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുക. അച്ഛനോടുള്ള താല്പര്യം വളരെ കുറവായിരിക്കും. വളരെ കുറവുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ സ്മരണകളിൽ എവിടെയെങ്കിലും നമ്മളെ ചവിട്ടി താഴ്ത്തിയവരൊക്കെ ഉണ്ടാവും. മക്കളാണെങ്കിലും ഒക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, അവനെ നെഞ്ചത്ത് ചവിട്ടി സ്വാമി. എന്തിനാണ്? അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ആ ഭാര്യ പറഞ്ഞു, നിങ്ങളെ ഭർത്താവുണ്ടല്ലോ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളെ ഭാര്യ മരിച്ചിട്ട് അയാൾക്കൊന്നും മതിയായില്ല, അയാൾ ഉച്ചയായപ്പോൾ എൻ്റെ അടുത്ത് മോശമായി പെരുമാറി. അപ്പോൾ ജീവിതത്തിൽ എൻ്റെ മകൻ എൻ്റെ നെഞ്ചത്ത് ചവിട്ടി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അച്ഛനെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം മരിച്ചു. ഹൃദയം പൊട്ടി മരിച്ചു പോകില്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്നവരെയൊക്കെ കുറിച്ച് നമ്മൾ എന്തോന്ന് പറയാൻ? അച്ഛനമ്മമാരുടെ മഹത്വം അറിയാതെ പോകുന്ന, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മക്കൾ ലഹരി പദാർത്ഥത്തിന് അടിമയായിട്ടും തോന്നിവാസം ജീവിക്കുന്നു എന്നറിഞ്ഞിട്ടും അവരെ സ്നേഹിക്കുന്ന, അല്ലേ? ഞാൻ ഒരു കവിതയെക്കുറിച്ച്, ഇംഗ്ലീഷ് കവിതയെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു അമ്മയെ കൊന്നിട്ട് ലഹരിയുള്ള ഒരു മകൻ ആയിരിക്കാം. മകൻ ആ ഹൃദയവുമായി ഓടുമ്പോൾ അവൻ കല്ലിൽ തട്ടി മറിഞ്ഞ് വീണ് ഹൃദയം ദൂരത്തേക്ക് മറിഞ്ഞ് വീഴുമ്പോൾ അവനത് പോയി എടുക്കുമ്പോൾ, മകനെ നിനക്ക് നൊന്തോ എന്ന് ചോദിക്കുന്ന മാതൃഹൃദയത്തെക്കുറിച്ചിട്ടുള്ള ഇംഗ്ലീഷ് കവിതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത, എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത, അടുത്ത നിമിഷം നമ്മളുണ്ട് എന്നറിയാത്ത, നമ്മളുണ്ടാക്കിയതെല്ലാം തന്നെ നമുക്കിവിടെ ഉപേക്ഷിച്ചു പോയേ പറ്റൂ എന്നറിയാവുന്ന, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഈ ശരീരത്തെ പോലും, നമ്മൾ ഈ പൗഡറിട്ട് പൂശിക്കുന്ന, ചന്ദനമൊക്കെ ഇട്ട് ഭസ്മമൊക്കെ ഇട്ട് നമ്മൾ വെച്ചേക്കുന്ന ഈ ശരീരം പോലും നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ചു പോയേ പറ്റൂ. ഒന്നും നമുക്ക് സ്വന്തമല്ല. ഒന്നും നമുക്ക് സ്വന്തമല്ലാത്ത നമ്മൾ ഈ ഭൂമിയിൽ നമുക്കെന്താണ് ഉള്ളത്? നമ്മൾ ജഡാവസ്ഥയിലാകുമ്പോൾ ചിലർ എന്നോട് ചോദിക്കും സുഖമാണോ എന്ന്.
അപ്പോൾ ഞാനവരോട് അപ്പോൾ തന്നെ മറുപടി പറയും, സുഖം ഒരവസ്ഥയിലേ ഉള്ളൂ. എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മൾ മൃതാവസ്ഥയിൽ കിടക്കുമ്പോൾ മാത്രമാണ് സുഖം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അറിയുന്നതുമില്ല. ആ സുഖാവസ്ഥ നമ്മൾ അറിയാതെ പോകുന്നു. ജീവിതം എന്ന് പറയുന്ന ഭീകരമായ ചുഴലിക്കാറ്റിനുള്ളിൽ വട്ടം തിരിഞ്ഞ് ആ യാഥാർത്ഥ്യങ്ങളിൽപ്പെട്ടു പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇപ്പോഴും ഞാൻ ഈ DNA പ്രേക്ഷകരോട്ട് പങ്കുവെട്ടുമ്പോൾ റെയിൽവേ ട്രാക്കിൽ അരഞ്ഞുപോയ പെൺകുട്ടിയുടെ തൻ്റെ മകളുടെ കുപ്പിവളകളും കീറിപ്പോയ തുണിക്കഷ്ണങ്ങളും ബാക്കി വന്ന മാംസക്കഷ്ണങ്ങളും പറക്കി ഒരു സഞ്ചിയിലേക്കിട്ട് ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലേക്ക് നടന്നു പോകുന്ന അച്ഛൻ, ആ അച്ഛന് മരണമുണ്ടായാൽ പോലും ആ മരണത്തിൽ പോലും എനിക്ക് ദുഃഖം വരില്ല. കാരണം ആ മനുഷ്യൻ രാത്രികളിൽ ഉറങ്ങാതെ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭീകരമായി കണ്ണടച്ച് കമിഴ്ന്ന് ഉറങ്ങുകയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന തീവ്രമായ വേദനയെക്കുറിച്ച് ഞാൻ ആലോചിച്ച് ഏറെ നേരം ഇരിക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ട്. കാരണം ചില അച്ഛന്മാർ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കേൾക്കുന്ന സ്നേഹിക്കുന്ന അച്ഛൻ മക്കൾ തിരിച്ചറിയാതെ പോകുമ്പോൾ അച്ഛനോട് സംസാരിക്കാത്ത എത്രയോ മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കാത്ത, അവളെ ഞങ്ങളോട് മിണ്ടുമോ സ്വാമി എന്ന് ചോദിച്ച് എത്ര അച്ഛനമ്മമാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. എല്ലാവർക്കും സമാധാനവും സന്തോഷവുമായിട്ടുള്ള ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.